പ്രിയ സിംഹക്കുട്ടി പ്രേക്ഷകരെ, ഞാൻ ഇന്ന് ഈ ബ്ലോഗിൽ വന്നിരിക്കുന്നത് ഈ 2026 കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 2026 കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾക്ക് നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമൂഹം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 30 വർഷത്തിന്റെ പുറകിലോട്ട് പോയാൽ കേരളം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയല്ല. നിങ്ങൾ ഗൂഗിളിലൊക്കെ കയറി നോക്കണം. 30 വർഷത്തിന് മുൻപേ നിങ്ങളുടെ ഒപ്പം, അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ, അമ്മുമ്മ, അച്ഛൻ, അതായത് 30 വർഷം മുൻപേ ഒരു 20 വയസ്സെങ്കിലും ആയ അച്ഛന്റെ അമ്മേരെയും കാര്യമാണ് പറയുന്നത്. അതായത് അന്ന് അവർ ചെറുപ്പമായിരുന്നു. ഇന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് 50 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അവരുടെ അച്ഛനും അമ്മമാരും ചിലർ ജീവിച്ചിരിപ്പുണ്ടാവും, ഇവരൊക്കെ ചിലർ മരിച്ചു പോയിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 30 വർഷം പുറകിലോട്ടുള്ള ലോകവും 2026 ഈ ലോകവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രേക്ഷകരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രിയ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കേണ്ടതല്ല, അന്വേഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 2026 കാലഘട്ടത്തിൽ ന്യൂ ഇസഡ്ജെൻ, അവർ ഇസഡ്ജെൻ എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇംഗ്ലീഷ് അക്ഷരമാലയുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഇസഡ്ജെൻ. കാരണം ഇസഡ്ജെൻ എന്ന് പറയുമ്പോൾ ഞാനത് എന്തുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പ്രേക്ഷകർക്ക് ഞാൻ തുറന്നു പറയാണ്. എന്താണ് ഈ ഇസഡ്ജെൻ എന്ന് ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഞങ്ങളൊക്കെ എക്സ്ജെൻ എന്നൊക്കെ ഉള്ളൊരു കാറ്റഗറിയിലാണ് ഞാനൊക്കെ വരുന്നത്. ഈ നിങ്ങൾ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനും ഇപ്പോൾ പുതിയ ടെക്നോളജിയും പുതിയ പിള്ളേരും പുതിയ ലോകമൊക്കെ ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനീ 2026 2035 ഇനി 2035 വരെ മാക്സിമം ആണ് ഞാൻ പറയണത്. 2035 ഒരു 6 വയസ്സെങ്കിലും ആയ കുട്ടി, ഈ കുട്ടികൾ ഇനി വരുന്ന ലോകത്തിന്റെ കാര്യമാണ് പറയണത്, ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ കുട്ടികളൊക്കെ തന്നെയും ഇസഡ്ജെൻ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഇസഡ്ജെൻ, അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണികളാണ്. അത് കഴിഞ്ഞ് വരുന്ന കണ്ണികൾക്കൊന്നും ഒരിക്കലും തന്നെയും മറ്റീ താഴോട്ടുള്ള കണ്ണികളുമായിട്ട് ജീവിച്ചിരുന്ന യാഥാർത്ഥ്യ ലോകത്തുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു അനുഭവം പോലും പിന്നെ കിട്ടൂല. അതിനൊരു സാധ്യതയുമില്ല. അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി വരുന്നതൊക്കെ ഇസഡ്ജെൻ ആണ്. അപ്പൊ ഞാനിപ്പോ നമുക്ക് ഇസഡ്ജെൻ അവിടെ നിൽക്കട്ടെ. ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് സംസാരിക്കണേന്ന് പറഞ്ഞാൽ, നമ്മളൊരു 2026 കാലഘട്ടത്തിൽ ഒരു 10 വയസ്സ് 8 വയസ്സ് 7 വയസ്സായി നിൽക്കുന്ന കുട്ടികളും, ഇതേ സമയത്ത് 15 വയസ്സ് 17 വയസ്സ് 16 വയസ്സായി നിൽക്കുന്ന കുട്ടികളും, ഇതേ സമയത്ത് 25 വയസ്സ് 28 വയസ്സ് 30 വയസ്സായി നിൽക്കുന്ന മിഡിലെ യൂത്ത് ഐക്കൺ പിള്ളേരും പോയിക്കൊണ്ടിരിക്കുന്ന ലോകവും, ഇതേ കുട്ടികളുടെ അവരുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ പുറകിലോട്ട് ചെന്ന്, അപ്പോൾ അവർ യൂത്താണ്. ആ കാലഘട്ടവുമായിട്ട് ഒരു ചെറിയൊരു താരതമ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ ഒരു പ്രൊഡക്ഷൻ മാത്രമാണ്. ഇതിൽ വേറെ ഞാനൊരു സർവേയോ ഒന്നും എടുത്ത് ചെയ്യണതല്ല. എൻ്റെ ഒരു പ്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഈ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യുന്നത്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ ശരിയായിട്ടും എടുക്കാം, തെറ്റെന്ന് തോന്നിയാൽ തെറ്റാണെന്നും പറയാം. കാരണം അതിൽ വലിയ സന്തോഷമാണ് ഉള്ളത്. പക്ഷെ ഞാനത് പ്രേക്ഷകർക്ക് പറയണത് ഒരു എന്താണ് 26 കാലഘട്ടവും 10, 25, 30 വർഷം മുമ്പിലുള്ള 90, 80 കാലഘട്ടത്തിന് ഇടയിൽ കൂടി അതിന് പുറകിലോട്ട് ഞാൻ ചെല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറകിലോട്ട് എനിക്ക് അത്ര ആഴമായിട്ടില്ല, പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുള്ള അറിവുകളെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളുടെ അന്നത്തെ എൻ്റെ സുഹൃത്തുക്കൾ, അന്ന് എനിക്ക് 16 വയസ്സൊക്കെ ഉള്ളൂ. അന്നത്തെ എൻ്റെ സുഹൃത്തുക്കളുടെ അമ്മമാര്,
അവരുടെ അമ്മയുടെ അമ്മമാര്, അച്ഛന്മാര്, അച്ഛൻ്റെ അച്ഛന്മാര്, പിന്നെ ഒപ്പം തന്നെ എൻ്റെ ഫാമിലിയിലുള്ള പഴയ ഈ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഞാനെന്തോ കുഞ്ഞാണെങ്കിൽ വല്ലാത്ത കമ്പനിയായിരുന്നു എനിക്ക്. എന്നെ എന്തോ ഞാൻ അങ്ങനെയായിരുന്നു. നമ്മളൊരു പ്രായത്തിൻ്റെ ഒരു ലെവലിനനുസരിച്ചല്ല ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴും എനിക്ക് എൻ്റെ പ്രായം ഇപ്പോഴും 50 വയസ്സാണ്, 49 കഴിഞ്ഞ്. പക്ഷെ ഇപ്പോഴും എനിക്ക് 10 വയസ്സായ കുട്ടിയായിട്ട് കമ്പനിയുണ്ട്. എന്നാൽ അതേപോലെ തന്നെ 90 വയസ്സായ അപ്പൂപ്പന്മാരുമായിട്ടും, മീൻസ് എൻ്റെ പറയുമ്പോൾ അപ്പൂപ്പന്മാര്, എനിക്ക് ഗ്രാൻഡ് ഫാദറുമായിട്ടൊക്കെ എനിക്ക് കമ്പനിയുണ്ട്. അപ്പൊ എനിക്ക് ഏജ് അനുസരിച്ച് ആരും തിരഞ്ഞെടുക്കാൻ അറിയില്ല. കാരണം എനിക്ക് ഏജ് പ്രെഡിക്റ്റീവ് അല്ല, കാലം മാറുന്നതും എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് ബോധർ ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി, ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങളൊക്കെ എന്ന് പറയുന്നത് പ്രായത്തെ അതിജീവിച്ചല്ല ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവ്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവും നിങ്ങളുടെ പ്രവൃത്തികളോട്ട് യോജിക്കുന്നവരോട്ട് നിങ്ങൾ പെട്ടെന്ന് കമ്പനി അടിക്കും. എക്സാമ്പിൾ, നിങ്ങൾ ഇച്ചിരി ക്രിമിനലുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് കാറ്റഗറിയിൽ കമ്പനി അടിക്കും. നിങ്ങൾ നല്ല സയന്റിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്രയും കാറ്റഗറികളുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ പെട്ടെന്ന് കമ്പനി അടിക്കും. നിങ്ങളൊരു സ്പോർട്സ് താരമാണെങ്കിൽ എന്ത് ചെയ്യും? ആ കാറ്റഗറിയിലുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കമ്പനി ആവാം സാധ്യത. ഞാനിതൊക്കെ ഇത് പറയണേ. നിങ്ങളൊരു രാഷ്ട്രീയക്കാരാണെങ്കിലും നിങ്ങൾ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവും. ഇങ്ങനെ പല കാര്യങ്ങളും. നിങ്ങളൊരു കലാകാരനാണ്, ഒരു ഡാൻസറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫിലിം മേക്കറാണ്, അങ്ങനെ ഈ മേഖല പിന്നെ നിങ്ങളൊരു നാടോടി ആണ്. ഇങ്ങനെ ഏത് കാര്യങ്ങളായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ആഴമായിട്ട് വരുന്ന ആൾക്കാരോട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പെട്ടെന്ന് കമ്പനി അടിക്കും. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളുടെ ഒരു 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 ലോകത്താണ് ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രേക്ഷകർക്ക് പറയണമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവരെല്ലാവരുമായിട്ടും സൗഹൃദങ്ങൾ സ്ഥാപിക്കാറുണ്ട് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് ഏജ് ലിമിറ്റേഷൻ പറ്റാത്തത്. എൻ്റെ അടുത്ത് പലരും കളിയാക്കാറുണ്ട്. എനിക്ക് ഏജ് ലിമിറ്റേഷൻ പറ്റാറില്ല, ഇതുവരെയും പറ്റിയിട്ടില്ല. ഈ ദിവസം വരെ, ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം വരെ ഏജ് ലിമിറ്റ് വെച്ചിട്ട് എനിക്ക് ഒരാളെ വേർതിരിക്കാൻ പറ്റിയിട്ടില്ല. സ്വഭാവം വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ആവാതെ വരുമ്പോൾ നമ്മൾ മാറിപ്പോകും. ഇത് ഒരു രീതിയാണ്. ഇതാണ് ഞാൻ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യണത്. അതായത് ഞാൻ പ്രേക്ഷകർക്ക് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 2026 ഇസഡ്ജൻ ജനറേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും പിന്നിൽ ഒരു 30 വർഷം പുറകിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതവും തമ്മിലൊരു താരതമ്യ പഠനം ഞാൻ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യണം. ഇന്നത്തെ ലോകത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പ്രേക്ഷകർക്ക് പറയുന്നത്. ഇന്ന് ഈ ടെക്നോളജിയിൽ നിങ്ങളുടെ വീട്ടിൽ പുതിയ ഇസഡ്ജനിലോട്ട് പോകാൻ പോകുന്നത്, അതായത് WXY ജനറേഷൻ എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. ഈ Y ജനറേഷൻ കഴിഞ്ഞ് ഇസഡ്ജനിലോട്ട് പോകാൻ പോകുന്ന എൻ്റെ പുതിയ ഈ എൻഡ് ഓഫ് ജനറേഷന്റെ കാലം. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞുള്ള ജനറേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ടെക്നോളജിയുടെ വേറൊരു ലോകത്തായിരിക്കും ഇവരൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ ഈ പോകാൻ പോകുന്ന ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം പ്രേക്ഷകർക്ക് പറയാം. ഇതിലും പല ലോകത്ത്, നമ്മുടെ കേരളത്തിലായാലും ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴും ഈ ജനലിലോട്ട് പോകുന്ന കുട്ടികൾക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ആഗ്രഹിച്ച ലെവലിലോട്ട് പല പ്രവൃത്തികളും ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്, പണമെല്ലാം തൻ്റെ കയ്യിലുണ്ട്, തൻ്റെ വീട്ടിലുണ്ടായിരുന്നിട്ട് പോലും ഒന്നും തന്നെ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വീട്ടുകാർ 100 രൂപ പോയിട്ട് 100 പൈസ പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത പാരൻസ് ഉള്ള, അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 90 കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള രക്ഷകർത്താക്കളുടെ കുട്ടികൾ ഇപ്പോൾ ഉണ്ടാവും. പിന്നെ ഇതിലെല്ലാം കഴിഞ്ഞ് പഠനമാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന രക്ഷകർത്താക്കളുടെ കുട്ടികളും ഈ ഇസഡ്ജനിലോട്ട് പോകുന്ന ഇസഡിലോട്ട് പോകുന്ന കുട്ടികളും പാരൻസും ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ 2026 കാലഘട്ടത്തിലോട്ട് റൺ ചെയ്തുകൊണ്ട് കഴിക്കുന്ന ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം ആണ് പറയണത്. പക്ഷെ അക്കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പുതിയ ഈ തലമുറയില് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ ജനിൽ ഒരു 80-85% ജനുവൊക്കെ എന്ന് പറയുന്നത് രാജയോഗത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്.
അതാണ് ഞാൻ പറഞ്ഞു വരാം പ്രേക്ഷകർക്ക്. ഇപ്പൊ അവർ രാജയോഗത്തിൽ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും മനുഷ്യന് അത്യാവശ്യം ആവശ്യമുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ അവന് വേണ്ടത് ഓക്സിജനും ആരോഗ്യകരമായ ഭക്ഷണവുമാണ്. ആരോഗ്യകരമായ ഭക്ഷണം എന്താണ്? നല്ല വെജിറ്റബിൾസ്, പ്രോട്ടീനുള്ള നല്ല മീറ്റ്സ്. പ്രോട്ടീൻ കഴിക്കാത്തവർ, പിന്നെ മീറ്റ്സ് കഴിക്കാത്തവർ അങ്ങനെ ഒന്നുണ്ട്. മീറ്റ്സ്, വിശപ്പറിയാതെ, ഇച്ചിരി വിശപ്പ് വന്ന ഉടനെ തന്നെ നമുക്ക് കിട്ടാവുന്ന ഭക്ഷണം. നമുക്ക് ഇച്ചിരി വിശപ്പ് വന്നു, ആ വിശപ്പ് വന്ന ഉടനെ തന്നെ നമുക്ക് ഇച്ചിരി ഭക്ഷണം എടുത്ത് കഴിക്കാറുണ്ട്. ഒന്ന്. പിന്നെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കിട്ടാവുന്നതിൽ അവരവരുടെ വീട്ടിൻ്റെ സാഹചര്യം അനുസരിച്ച് കിട്ടാവുന്നതിൽ പരമാവധി വിദ്യാഭ്യാസം. പിന്നെ ഒരു ഷർട്ടും ഒരു നിക്കറും അല്ല. പിന്നെ ആരോ പഴയതായിട്ട് പണക്കാർ ഉപേക്ഷിച്ചിട്ട് ദാനം ചെയ്യുന്ന വസ്ത്രങ്ങളുമല്ല. ഏത് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന 99% കുട്ടികൾ, 1% ഞാൻ ഇപ്പോഴും മാറ്റി പറയുന്നു കേരളത്തെ കുറിച്ച്, 1%, 2% കുട്ടികൾ ഇന്നും അതിദരിദ്രർ തന്നെയാണ്. ആ കാര്യത്തിൽ വേറെ കാര്യം, അതങ്ങനെ നിന്നോട്ടെ. പക്ഷെ 98% കുട്ടികൾക്ക് ഗവൺമെന്റ് സ്കൂളായാലും പ്രൈവറ്റ് സ്കൂളായാലും എവിടെ പഠിച്ചാലും മാറി മാറി ഇടാം വസ്ത്രം. മാറി മാറി ഇടാം വസ്ത്രം. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ അല്ലാതെയോ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും ടെക്നോളജിയുള്ള മൊബൈൽ ഫോൺ, മിനിമം 7,000 മുതൽ 10 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ നമ്മുടെ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്. ടെക്നോളജി കയ്യിൽ വന്നിരിക്കുന്ന വിധം. ഇപ്പൊ വിശപ്പില്ല, ആധുനിക ടെക്നോളജിയുടെ എല്ലാം കയ്യിലുണ്ട്, എല്ലാ സംഗതിയും കയ്യിൽ കിട്ടുന്നു. പിന്നെ ചില കഴിവുള്ള കുട്ടികൾക്ക് സ്പോർട്സിലൊക്കെ മുന്നേറാൻ, സ്പോർട്സിലോ പിന്നെ സയൻസിലോ അല്ലെങ്കിൽ കലാഫീൽഡിലോ ഒക്കെ മുന്നേറാൻ കുറച്ച് പാരൻസ് എങ്കിലും ഇപ്പൊ ഒരു 15% പാരൻസ് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. മുമ്പ് സീറോ. അപ്പോൾ ഇങ്ങനെ ഇത്തരം രീതിയിൽ എല്ലാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് വിശപ്പ് അനുഭവിക്കേണ്ടി വലുതായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്കും പുസ്തകങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടുന്നു. കുറച്ച് പാരൻസിന് കുറച്ച് പേർക്ക് അതിന് പറ്റാതെ വരെയും, ചിലരങ്ങനെ അല്ല, പൈസ ഉണ്ടെങ്കിലും കുട്ടികൾ അവിടെ വിടാത്തതും, അതൊക്കെ അവരവരുടെ കാര്യമാണ്. പക്ഷെ അങ്ങനെ ആയാൽ പോലും എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു ലോകമായിട്ട് നമ്മുടെ നാട് മാറുന്നു. അതിലേക്ക് 98% കുട്ടികളും എത്തപ്പെടുന്നു. 2% കുട്ടികൾ എപ്പോഴും മാറ്റി നിർത്തും, എത്തപ്പെടുന്നു. അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടി നിങ്ങളുടെ മുൻപിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന എക്സ് ജെന്നാണ്. അടുത്ത ഇസഡ് ജെന്നിലോട്ട് പോകും 6-7 വർഷം കഴിയുമ്പോൾ. അതാണ് ഞാൻ ആ ഇസഡ് ജെന്നെ കുറിച്ച് ഇപ്പം മിണ്ടുന്നില്ല, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അങ്ങനെ വളർന്ന് വെക്കൊണ്ടിരിക്കുന്ന, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ പ്രേക്ഷകരുടെ പഴയ രാജാക്കന്മാരാണ് ലോകത്ത് അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരും പഴയ കാല ഇന്നത്തെ നമ്മുടെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ തുല്യമാണ് ഇന്നത്തെ ഓരോ നാട്ടുരാജ്യത്തെ രാജാക്കന്മാർ. ആ രാജാക്കന്മാർക്കും അവരുടെ കുട്ടികൾക്ക് ലഭിക്കാവുന്നിരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സൗകര്യമാണ് ഇവർക്ക് ലഭിക്കുന്നത്. കാരണം അതെന്തെന്ന് ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞത്, ഇത്രയും ടെക്നോളജികളും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഒരു വീട്ടിനകത്ത് കിട്ടുകയാണ്. ഒരു വീട്ടിനകത്ത് വെച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഈ കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യണം. അന്നത്തെ രാജാവിന്റെ മക്കൾക്ക് പോലും ഇതില്ല. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പ്രേക്ഷകരുടെ പറഞ്ഞുതരാം. അന്നത്തെ രാജാവിന്റെ മക്കളെ കാലഘട്ടത്തിലായാൽ പോലും വലിയ സ്കില്ലുള്ള ഒരാള് താഴ്ന്ന ജാതിക്കാരൻ്റെ അടുത്താണെങ്കിൽ വലിയ രാജാവിന്റെ മക്കൾ അവിടെ പോയി പഠിക്കൂ. ഇനി മനസ്സിലാക്കേണ്ടത്, അന്നത്തെ രാജാക്കന്മാരുടെ മക്കൾക്കോ രാജാവിനോ ഒരിക്കലും ഇത്രയും ടെക്നോളജി, ഞാൻ ഇന്ന് മൊബൈലിൽ ഇരുന്ന് നിങ്ങൾ മുമ്പ് സംസാരിക്കണം, നോക്കി ഈ പറ്റാറുണ്ടോ? 2, TV നിങ്ങളെ വീട്ടിൽ ഉണ്ടോ? മൊബൈലിൽ നെറ്റ് ഒക്കെ ആധുനിക, ഈ ജെന്നിന്റെ പോസിറ്റീവാണ്. ഇതേ ഒരു മൊബൈലിന്റെ ടെക്നോളജിയിൽ കൂടി ഞാനിതാ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ TV കാണുന്നു, ആലോചിച്ച് നോക്കിയ TV കാണുന്നു. പിന്നെ അടുത്ത ജെന്നിലോട്ട് പോകുന്ന ടെക്നോളജിയുടെ ലെവല്, ഇതൊക്കെ ഏതെങ്കിലും രാജാവിന്റെ മക്കൾക്ക് പോലും കിട്ടിയിട്ടില്ല.
ഇത് ഞാൻ എക്സാമ്പിൾ ആണ്. ഒരു ചെറിയ വീട് പഴയ രാജാവിനെക്കാളും ആധുനിക രീതിയിൽ ജീവിക്കുന്നു എന്നാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരടുത്ത് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, അതില്ല. നല്ല രാജാക്കന്മാർക്ക് മാത്രം നല്ല വസ്ത്രവും അവരോട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഹെവി വസ്ത്രവും സാധാരണക്കാരനില്ല. ഇന്ന് സാധാരണക്കാരൻ ഏറ്റവും ടോപ്പ് ക്ലാസ് വസ്ത്രം ധരിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ പുറത്തോട്ട് പോയിട്ട് ഹിസ്റ്ററി ഒന്നും ഇവിടെ പറയുന്നില്ല, അതിന് എനിക്ക് താല്പര്യമില്ല. കാരണം പറഞ്ഞതിന് കാര്യമൊന്നുമില്ല, ഒന്നും ആർക്കും ഇപ്പൊ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളത്തെ എതിർത്ത് സംസാരിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. ഒരു സിനിമ കാണണമെന്ന് സിനിമ കാണണം. ഒരു വിരാട് കോഹ്ലിയെ കുറിച്ച് നെഗറ്റീവ് പറയണമെന്ന് പറഞ്ഞാൽ പറയാം. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് പറയണത്, നമ്മുടെ ഇപ്പോഴത്തെ ഈ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് തെറ്റ് പറയണമെങ്കിൽ തെറ്റ് പറയാം. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാം. അതും ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ എങ്കിലും ഇതുവരെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ എക്സാമ്പിൾ പറയണത് നിങ്ങൾക്ക് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾക്ക് എതിർക്കണമെന്ന് തോന്നിയാൽ പറയാം. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഒറ്റ വ്യൂവിൽ ഒരു വിരൽത്തുമ്പിലിന്റെ ചുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി എന്നെ കുറിച്ച് നിങ്ങൾക്ക് ചീത്ത പറയണമെങ്കിലും പറയാം. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങളെ കുറിച്ച് പറഞ്ഞ് ലോകത്തെ അറിയിക്കണമെങ്കിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല കാർഷിക വിളകൾ ഉണ്ടാക്കിയിട്ട് ആ കാർഷിക രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ലോകത്തെ കാണിക്കണം. ഞാൻ ഇങ്ങനെയാണെന്ന് കാണിക്കണമെന്ന് നിങ്ങൾക്ക് എന്തും കാണിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതാണ് പറഞ്ഞത്, 20-26 വർഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്തും പ്രദർശിപ്പിക്കാം. എന്നാൽ നിങ്ങൾ ഇതൊന്നും അല്ലാതെ മിസ്യൂസ് ചെയ്യണമെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടാം. പക്ഷെ ഇതെന്ത് ചെയ്താലും നിങ്ങൾക്ക് ലോകത്തിൽ പ്രദർശിപ്പിക്കാം. പക്ഷെ രാജാക്കന്മാരെ നിങ്ങൾക്ക് എടുത്തു നോക്കുക, അവർക്ക് അന്ന് എന്തൊക്കെ സ്കില്ലുണ്ടെങ്കിലും ചെയ്യാൻ പറ്റൂല. താഴേക്കിടയുള്ളവരെല്ലാവരും തന്നെ ഇവരുടെ കമാൻഡിങ് കൊണ്ട് മാത്രം ജീവിച്ചിരുന്നവരാണ്. പിന്നെ താഴോട്ട് കർഷകന്റെ കാര്യം ഞാൻ പറയുന്നു പോലുമില്ല, ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ അവർ ആ രാജാവിന് കിട്ടുന്ന, രാജാവ് ഭരിച്ചിരുന്ന രാജ്യത്തിനും രാജാവിന്റെ കുടുംബത്തിനും കിട്ടാവുന്നതിനേക്കാളും ഏറ്റവും വലിയ സൗകര്യമാണ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ. ഇപ്പൊ എക്സാമ്പിൾ കേരളത്തിൽ പറയണേ, കേരളത്തില് ഒരു 500 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ജീവിക്കുന്ന ഒരു വീട്ടിന് പോലും ഉണ്ട് ഈ സൗകര്യങ്ങൾ. ഇത്തരം സൗകര്യങ്ങളാണ് നമ്മുടെ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇസഡിന് മുമ്പുള്ള WXY ജനറേഷൻ വളർന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഒരു സൗകര്യവുമില്ല. പക്ഷെ ഈ സൗകര്യങ്ങളെല്ലാം ലഭിച്ചിട്ടും കുട്ടികൾക്ക് എന്തോ, എനിക്ക് എന്റെ കാഴ്ചപ്പാടില്ല, ശരിയാവണമെന്നില്ല, പക്ഷെ കുട്ടികൾക്ക് എന്തോ സ്കൂളുകളിൽ നിന്നും നമ്മൾ പാരന്റ് ലെവലിൽ നിന്നും പിന്നെ പറഞ്ഞു നൽകേണ്ട ഒരു അറിവിന്റെ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളെ ബാക്ക്വേർഡുള്ള ഹിസ്റ്ററിയൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാതെയും പാരന്റ്സ് ഒക്കെ 30 വർഷം മുമ്പ് ഇത്രയും താഴ്ന്ന നിലയിൽ നിന്ന് വളർന്നു വന്നതാണെന്നും, നമ്മുടെ രാജാക്കന്മാർക്ക് പോലും നമ്മുടെ രാജ്യം ഭരിച്ച മുഗൾ രാജ്യമാവട്ടെ, തെക്കൻ തിരുവിതാംകൂറാവട്ടെ, ലോകത്തെ ഏത് രാജ്യമാവട്ടെ, ഇവിടെയൊക്കെ ഭരിച്ച അന്നത്തെ രാജാക്കന്മാർക്ക് കിട്ടാവുന്നതിനേക്കാളും ഏറ്റവും വലിയ സൗകര്യം നമ്മുടെ 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിനകത്തിരുന്ന് നമ്മൾ അനുഭവിക്കുന്നു എന്ന് പോലും പഠിപ്പിക്കാൻ തയ്യാറാകാത്ത ലെവലില്, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ലെവലില്, കുട്ടികൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടും കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ടെക്നോളജി ലെവലില് അനുഭവിപ്പിച്ചു കൊടുത്തുകൊണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പുതിയ ജെന്നല്ല ഉദ്ദേശിക്കുന്നത്, പുതിയ ഈ വൈ ജനറേഷനിലെ കുട്ടികൾക്കെന്ന് ഞാൻ പറയണത് അവരൊന്നും തെറ്റുകാരല്ല, അവരൊന്നും അതൊരു വിഷയമേ അല്ല. ഞാൻ അന്തരംഗമാണ് ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. കുട്ടികൾക്ക് എവിടെയോ വലിയ മിസ്സിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരിക്കലും തന്നെ കാരണം രാജാവിനെക്കാളും പ്രൗഢിയിൽ ഒരു സാധാ വീട്ടിൽ മുതൽ ഇത് ഇപ്പോൾ ഞാൻ അതിന് എക്സാമ്പിൾ പറയണം. അതായത് നമ്മുടെ ഒരു ഏറ്റവും കോടീശ്വരനായ അംബാനിയുടെയും, മീൻസ് അംബാനി, ബിൽ ഗേറ്റ്സ്, സൂക്കർബർഗ്, ലിയോൺ മസ്ക്, ഇങ്ങനെയുള്ള പല വലിയവരെ വീട്ടിൽ ലഭിക്കുന്ന അതേ സൗകര്യം തന്നെയാണ് 500 സ്ക്വയർ ഫീറ്റ് വീട്ടിലുള്ള ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്. അതിൽ സാമ്പത്തിക അന്തരംഗം മാത്രമേ ഉള്ളൂ, സൗകര്യങ്ങളെല്ലാം സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവന്റെ വീട്ടിൽ നെറ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ഇന്റർനെറ്റ് ഉണ്ട്, അവ ഉപയോഗിക്കുന്ന മൊബൈലിലെ വ്യത്യാസമുള്ളൂ. ഞാൻ നിങ്ങളെ മുമ്പേ ഇരുന്ന് ഈ ബ്ലോഗ് ചെയ്യണ മൊബൈലിന്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയാണ്.
അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ 2 കോടിയാണെങ്കിൽ ഇതേ 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സാധാരണ കുട്ടിയുടെ വീട്ടിലിരിക്കുന്ന മൊബൈൽ 10,000-15,000 രൂപയ്ക്കകത്തുള്ളതായിരിക്കും. ആ വിലയുടെ അന്തരംഗമേ ഉള്ളൂ. അതിൽ കിട്ടുന്ന ചില ഫെസിലിറ്റീസിന്റെ വ്യത്യാസമുള്ളൂ, പക്ഷെ ഉപയോഗിക്കുന്ന എല്ലാം ഒരേ കണക്ടിവിറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രേക്ഷകർ മനസ്സിലാക്കണം, ഒരു വ്യത്യാസവും ഇല്ല. അതായത് രാജകീയ പ്രൗഢിയോടുകൂടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എങ്ങനെ കഴിയണോ, ഇന്ത്യയുടെ പിന്നെ മറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് ഞാൻ പറയണില്ല, കാരണം അതൊക്കെ നമുക്ക് സെറ്റ് ആവാറില്ല. ഞാൻ പ്രൈം മിനിസ്റ്ററെ തന്നെ വയ്ക്കാം. പ്രസിഡന്റിന്റെ ലെവലിലുള്ളവര് സാമ്പത്തിക അന്തരംഗമാണ്, അല്ലെങ്കിൽ അംബാനി, അദാനി, ബിൽഗേറ്റ്സ്, മൈക്കിൾ സൂക്കർബർഗ്, ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കുറെ വലിയ പണക്കാര്, ഇവരുടെയൊക്കെ മക്കൾ അനുഭവിക്കുന്ന അതേ സൗകര്യത്തിന്റെ ഒരു 90% താഴെത്തട്ടിൽ അനുഭവിക്കുന്നുണ്ട്. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ, അവർ ഏറ്റവും വില കൂടിയത് ഉപയോഗിക്കുന്നു, ഇവിടെ ആവറേജ് ഉപയോഗിക്കുന്നു. പക്ഷേ 30 വർഷത്തിന് മുമ്പേ നിങ്ങൾ ഇറങ്ങി ചെല്ലൂ, രാജാവ് വിഭവ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കും, മന്ത്രിമാര് കഴിക്കും, പരിവാരങ്ങൾ കഴിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോക്കി നോക്കൂ, നിങ്ങളുടെ വീട് പോലും 4 ചുവരില്ല. നിങ്ങൾ 30 വർഷം പുറകിലോട്ടിറങ്ങും. ഞാൻ തെളിവോടെ ഇപ്പൊ ബാക്കിൽ നിന്ന് വരാം. ആ വീടുകളെല്ലാം തന്നെ ഓല കൊണ്ട് മറച്ച ചുവരുകളാണ്. അതിനകത്ത് അതായത് ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ 363 ദിവസവും കുടിക്കുന്നത് കഞ്ഞിയോ കപ്പയോ എന്തെങ്കിലും ഇച്ചിരി വെള്ളമായിരിക്കും. അത് തന്നെയും കിട്ടാതെ ആ വീട്ടിലെ 60% പേരും അർത്ഥപട്ടിണിയിലായിരിക്കും. കുട്ടികളൊക്കെ നല്ല ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ, എന്തെങ്കിലും നല്ല ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച് കിട്ടുന്നിടത്തൊക്കെ പോകും. കിട്ടുന്നിടത്തൊക്കെ പോവുകയോ ഇനി പോയാൽ തന്നെയും അന്നത്തെ കാലത്ത് വലിയ ക്ഷേത്രങ്ങളിലോ അങ്ങനെ വലിയ ഭക്ഷണം കൊടുക്കുന്നിടത്തോടത്തും കയറാനും പറ്റൂല. പിന്നെ വരുന്ന കല്യാണങ്ങളോ വീട്ടിലെ ചില്ലറ ആഘോഷങ്ങളോ ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് വല്ലപ്പോഴും എടുക്കുന്ന ചെറിയ മീറ്റ്, അതായത് ഏറ്റവും കുറഞ്ഞ ഇതിൽ ഒരു സൗകര്യമില്ല. അന്നത്തെ രാജാവ് ജീവിച്ചിരുന്നതും അന്നത്തെ കുടിലിൽ കിടന്നവരും തമ്മിലുള്ള അന്തരംഗന്റെ പ്രേക്ഷകർക്ക് സിമ്പിളായിട്ടുണ്ട് മനസ്സിലാവണുണ്ടോ? ഇവർക്കൊരു 4 അരിയിട്ടിട്ട് ഊറ്റിയെടുക്കുന്ന വേവിച്ചെടുക്കുന്ന കഞ്ഞി പോലും കുടിക്കാനില്ല. ആ സമയത്ത് രാജാവും പരിവാരങ്ങളും വിഭവ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഇന്നോ അംബാനിയുടെ വീട്ടിലോ അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യയിലെ വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ബിൽഗേറ്റ്സിന്റെ വീട്ടിലോ മറ്റാരുടെ വീട്ടിലോ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ആരുണ്ട്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിലോ ഇന്ത്യയിലെ വലിയ മിനിസ്റ്റർമാരുടെ വീട്ടിലോ വലിയ ലെവലിൽ ഭക്ഷണം കഴിക്കുമ്പോഴും മോശമല്ലാത്ത വിധത്തിൽ നിങ്ങളുടെ പാരൻസോ ആരായാലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം തെറ്റില്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് 1-2 കൂട്ടാൻ വെച്ച് വെജിറ്റേറിയൻ ആണെങ്കിൽ നാളെ മുട്ടയുണ്ടാവും. മറ്റന്നാ എന്ത് ചെയ്യുന്നു, ഇതൊന്നുമില്ലെങ്കിൽ നല്ല തൈരോ മറ്റെന്തെങ്കിലും കൂട്ടി അതുകൊണ്ട് വിഭവസം ഉണ്ടാവും. ഏതെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസം മീറ്റ് ഉണ്ടാവും. മീറ്റിനൊപ്പോഴും 1-2 ദിവസം ഫിഷ് ഉണ്ടാവും. ഇതെല്ലാത്തിനൊപ്പം തന്നെ ഏറ്റവും വലിയ ടെക്നോളജി നിങ്ങളെ കയ്യിൽ തരുന്നു, ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നു. എന്തിനു വേണം, നിങ്ങൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗ്രാമൻസ് പോലും 100 രൂപയ്ക്ക് മുകളിലുള്ളതാണ് ഇന്ന്. അന്ന് അണ്ടർ ഗ്രാമൻസ് പോലും ഇല്ല, ലെങ്കോട്ടി ആണ് കെട്ടുന്നത്. ഈ ലെങ്കോട്ടി കെട്ടാൻ പോലും ദരിദ്രനാരായണന്, ദരിദ്രനായ ഒരു മനുഷ്യന് സാധിക്കില്ല. അവൻ ലെങ്കോട്ടി കെട്ടാൻ അവന്റെ കുട്ടികൾക്ക് പഴയ തുണി ചിലപ്പോഴായിരിക്കും കീറി കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ലോകം മൊത്തവും 26 പ്രിയ പ്രേക്ഷകരെ, 26 ലോകം മൊത്തം രാജകീയ പ്രൗഢിയോടുകൂടി ജനിക്കുന്ന ജനറേഷനും ജീവിക്കുന്ന ജനറേഷനും ഇതിങ്ങനെ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ഡീഫാൾട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം വീട്ടിലും ഒപ്പം നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ വീട്ടിൽ നല്ല വീട്, നല്ല വാഹനങ്ങൾ, നല്ല സൗകര്യങ്ങൾ, ആധുനിക ടെക്നോളജിയുള്ള മൊബൈൽ സംവിധാനങ്ങൾ, നല്ല ഭക്ഷണം, ഇതെല്ലാം ഫണ്ട് ചെയ്ത് നിങ്ങളൊരു ലെവലിലെത്തി ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കണം ഈ ജനറേഷൻ. ഇതേ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്നാൽ ഇതിനേക്കാൾ അതിദാരിദ്ര്യം ഞാൻ പറഞ്ഞില്ലേ, പഴയ കാലത്ത് ആ കാലത്ത് ജീവിച്ച 1990, 80, 70 കാലഘട്ടത്തിലെ ജനറേഷൻ വ്യത്യാസം. എൻ്റെ പ്രിയ പുതിയ 26 കാലഘട്ടത്തിൽ ജീവിക്കുന്ന
പ്രിയ എൻ്റെ പുതിയ വൈജൻസ് നിങ്ങൾ മനസ്സിലാക്കൂ. അതായത് ഇനി ഞാൻ പുറകിലോട്ട് പോവാം. എൻ്റെ ബാല്യകാലഘട്ടത്തിൽ എൻ്റെ ഇച്ചിരി അനുഭവം പറഞ്ഞുകൊണ്ട് പോകും, അത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. എൻ്റെ ബാല്യകാലഘട്ടത്തിൽ എന്ന് പറയണത് വീട്ടിൽ ഇറച്ചി എടുക്കണമെന്ന് പറയണത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ്. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ. അന്ന് 1 കിലോ ഇറച്ചിയുടെ വില എന്ന് പറയുന്നത് 15 രൂപയായിരുന്നു. പിന്നെ അത് 20 രൂപ. ബീഫാണ് കേട്ടോ, അപ്പോൾ കുന്നുകളെയല്ലേ, വെടിവെക്കല്ലേ, ഈ വിലയാണ്. ഈ ബീഫ് അന്ന് 1 കിലോ എടുക്കാൻ സാധിക്കില്ല. 1/2 കിലോ ഈ വിശേഷാൽ ദിവസങ്ങളിൽ ചിലപ്പോൾ 1/2 കിലോ എന്തെങ്കിലും എടുത്തായിരിക്കും കറി വെക്കുന്നതും കഴിക്കുന്നതും. ഇത് എൻ്റെ അനുഭവത്തിൽ കൂടി തന്നെയാണ് പറയണത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞ് മാത്രമല്ല, ഞാൻ കുറച്ചു കാലം വേറൊരു സ്ഥലത്താണ് പഠിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ ഓർമ്മയിലുള്ള പറഞ്ഞത് പിന്നെ എന്തെങ്കിലും ഇച്ചിരി കഞ്ഞി, വല്ലപ്പോഴൊരിക്കൽ ഒന്നുമില്ലാത്ത ചോറ്, ശകലം അതിൽ കറിയോ ഒന്നും ഉണ്ടല്ലോ, വെറും പ്ലെയിൻ ചോറ്, ചിലപ്പോൾ വെറും കഞ്ഞി മാത്രം, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, ഇത് എൻ്റെ ഇവിടെ വീട്ടിൽ ഒരാഴ്ചയിൽ 1 ദിവസം ചോറുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആഴ്ചയിൽ 1 ദിവസവും ഇല്ല, മാസത്തിൽ 1 ദിവസവും ഇല്ല. അവന് ചിലപ്പോൾ എല്ലാ ദിവസവും വലിയ ഇച്ചിരി പോകുന്ന കപ്പയായിരിക്കും. കയറി കിടക്കുന്ന വീടാണെങ്കിൽ ഒരു രക്ഷയില്ല. മഴ പെയ്ത വെള്ളം മൊത്തം അകത്തോട് വരും. അടുത്തൂടെ പോണ പാമ്പ്, പഴുതാര, കണ്ടജീവികൾ, ക്ഷുദ്രജീവികൾ, നാട്ടിലെ ചില നല്ല ഡാഷ്ബോമാരും ഒക്കെ സൗകര്യം കിട്ടിയാലൊക്കെ കയറി ഞരങ്ങുന്ന നാട്. ഞാനതൊന്നും അത്രത്തോട്ട് ആഴോട്ട് പോകില്ല, പ്രേക്ഷകർക്ക് മനസ്സിലാക്കില്ല. ഇങ്ങനെയുള്ളൊരു ലോകം, ഉള്ള വസ്തുവകകളും അതിൽ കിട്ടുന്ന ധാന്യം എല്ലാം തന്നെ ജമ്മിമാരുടെ കയ്യിൽ ആണിരിക്കുന്നത്. ഇവരെയൊക്കെ വീടുകളിൽ എവിടെയെങ്കിലും നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് അന്നത്തെ 50 പൈസ 1 രൂപ, 50 പൈസ 1 രൂപ, അത് പിച്ച പൈസ പോലെ ഇട്ട് തരുന്ന കാലഘട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വേർതിരിവ് ഇപ്പോഴും വേർതിരിവുണ്ടാവണം. പക്ഷെ ഇത്രയും ടെക്നോളജി വളർന്ന എല്ലാം നമ്മൾ അറിഞ്ഞ് ഏറ്റവും സൗകര്യം അനുഭവിച്ചിട്ട് വേർതിരിവിന് വേണ്ടി നമ്മൾ പോയി തലവെച്ച് കൊടുക്കുകയാണ്. അന്ന് നമ്മൾ തലവെച്ച് കൊടുക്കുന്നില്ല, പക്ഷെ സമൂഹമായിട്ട് കെട്ടിപ്പടുത്ത് വെച്ച വേർതിരിവാണ്. ഇന്നങ്ങനെയല്ല, നമുക്ക് നോളജ് ഉണ്ടെങ്കിലും നമ്മൾ പോയി വെച്ചു കൊടുക്കുന്ന വേർതിരിവാണ്. ഇങ്ങനെ അതിദാരിദ്ര്യത്തിന്റെ ലോകം. നിങ്ങൾ ഈ പറഞ്ഞ ഒരു ടെക്നോളജി ഇല്ല, നമുക്കൊരു ഒന്ന് പറഞ്ഞാൽ പോലോ നമ്മളെ ദാരിദ്ര്യം അറിയിക്കാനുള്ള സ്ഥലമില്ല, നമ്മളെ കഴിവ് അറിയിക്കാനുള്ള സ്ഥലമില്ല, ഒരു ഓപ്ഷനും ഇല്ല. കണ്ടവന്റെ കീഴിൽ അടിമയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എത്ര അടിമയായിട്ട് ജീവിച്ചാലും ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ലാത്തവര്. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെ നല്ല വീട് വയ്ക്കും, നല്ല വാഹനം വാങ്ങിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നല്ല സ്കൂളിൽ പോയി പഠിക്കും, എങ്ങനെ അവരുടെ കുട്ടികൾ നല്ല സ്കൂളിലയക്കും? ഇതിനൊന്നും സൗകര്യമില്ലാത്ത 70, 80, 90 കാലഘട്ടം. അന്നും ഒരു 15% കുട്ടികൾ നല്ല സ്കൂളിൽ നല്ല പഠിച്ചിരുന്നു, 15-20% കുട്ടികൾ. പക്ഷെ ഇന്ന് 98% കുട്ടികൾ പഠിക്കുന്നു. ഇതാണ് വ്യത്യാസം ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. അതായത് ഇന്ന് എല്ലാ സൗകര്യം ഉള്ളപ്പോൾ അന്ന് ഒരു നിക്കർ ഉണ്ടെങ്കിൽ ഭാഗ്യം, ഒരേ ഷർട്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് 2-3 വർഷം ഉപയോഗിക്കുന്ന ലോകം കുട്ടികൾ. സ്കൂളിൽ പോകുമ്പോൾ ബുക്കും ഇല്ല പുസ്തകവും ഇല്ലാതെ പഠിക്കാൻ പോവുകയും പല പ്രാവശ്യം പുറത്തു നിൽക്കുന്ന കുട്ടികൾ. അതിനും കുറച്ചു മുമ്പ് 70 കാലഘട്ടത്തിലൊക്കെ ഒരു സ്കൂളിൽ പഠിക്കാൻ പോകാൻ ശ്രമിച്ചു തുടങ്ങിയാൽ പോലും ജാതി വ്യവസ്ഥ അനുസരിച്ച് മാറ്റി നിർത്തി പിന്നാമ്പുറത്ത് തള്ളി പുറത്താക്കിക്കൊണ്ടിരുന്ന സംസ്കാരം. ഈ കാലഘട്ടമൊക്കെ കഠിനമായി അതിജീവിച്ചിട്ടാണ് പ്രിയ പ്രേക്ഷകരെ 50 വയസ്സായിരിക്കുന്ന എന്നെ പോലെയുള്ള പലരും ഈ ലോകത്ത് നിന്നും ജീവിച്ചിരിക്കുന്നത്. എനിക്ക് 50 വയസ്സേ ആവണുള്ളൂ, 49 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ തൊട്ടുപുറകിലുള്ള ഒരു കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ എൻ്റെ പ്രേക്ഷകര്. പക്ഷേ ഈ ന്യൂ Y26 തലമുറയ്ക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം രാജയോഗമാണ്. ഈ രാജയോഗത്തില് കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും കുട്ടികൾക്ക് എന്തൊരു തികയാത്ത മട്ട് ഞാനിപ്പോ ഈ 20-26 കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ശരിയാണോന്ന് എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് എൻ്റെ അടുത്ത് ചേരാൻ പറ്റുമെന്നും എനിക്കറിയില്ല. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എന്നെ തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ.
തെറ്റില്ല. പക്ഷെ ഞാനത് കുട്ടികളെയും കുറ്റം പറയണില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ച് എല്ലാ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ അടുത്ത് കുറെ കൂടെ നല്ലത് ആഗ്രഹിക്കും. പക്ഷെ യാഥാർത്ഥ്യം പ്രിയ എൻ്റെ കുട്ടികളെ നിങ്ങൾ അറിയാതുണ്ട്. ഞാൻ പൊളിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിൽക്കാലത്ത് പറഞ്ഞോളാം. ഇന്ന് ഈ ഒരു ഇതിൽ പറയണമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചു, ഈ ഒരു അതായത് ഒരു 50 വർഷം മുൻപ് ഒരു രാജകുടുംബത്തിന് ലഭിക്കാവുന്നതിൻ്റെ 10,000 മടങ്ങ് സാഹചര്യമാണെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലക്കി പീപ്പിൾസ് ആണ്. ഈ 26-ലെ ഈ വൈജൻ ലക്കി പീപ്പിൾ ആണ്. പക്ഷെ അടുത്ത് പോകുന്ന ഇസഡ്ജൻ ലക്കി പീപ്പിൾ ആണെന്ന് ഞാൻ പറയില്ല. കാരണം അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അടുത്ത 25-30 വർഷത്തിനകത്ത് ലോകം കംപ്ലീറ്റ് ടെക്നോളജി ആയിട്ട് വല്ലാതെ ഉയർന്നോടുകൂടി നിങ്ങളൊരു മനുഷ്യനായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പ്രൈവസി കിട്ടില്ല. കാരണം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് നോക്കിയിരിക്കാൻ വേറൊരാളുണ്ടാവും. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് അനാലിസിസ് ചെയ്ത് ടെക്നോളജി വികസിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത ലെവലിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അടുത്ത ലെവലിൽ ആ കുട്ടികൾ ആ കാലത്ത് വരുന്ന കുട്ടികൾ അങ്ങനെ ജീവിച്ചോളും. അതൊന്നും കുഴപ്പമുണ്ടാവില്ല. അവരങ്ങ് ജീവിക്കുകയും ചെയ്യും, സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത ഈ കുട്ടികൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് പ്രൈവസി എന്നുണ്ട്. നിങ്ങൾ മനസ്സിന് സ്വസ്ഥമായിട്ട് ആരും നിങ്ങളെ ഉപദ്രവിക്കാതെ മൊബൈലുകളൊന്നും ഇല്ലാതെ ഒരു ലോകത്ത് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ പറ്റൂല. കാരണം നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബർത്തിൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നാനോ സെല്ലുകൾ ചിപ്പ് ചെയ്യപ്പെട്ടിരിക്കും. ആ ചിപ്പ് ചെയ്യപ്പെട്ടിരിക്കണം നിങ്ങൾ ഏത് കാട്ടിനകത്ത് ഒളിച്ചാലും ഭൂമി തുറന്ന് 300-500 മീറ്റർ അടിയിൽ പോയിരുന്നാൽ പോലും നിങ്ങളെ കണ്ടുപിടിക്കും. അത്രയ്ക്ക് ടെക്നോളജി വളരും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു അതായത് എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇരുന്നിട്ട് ഇപ്പോൾ എവിടെ ചെയ്യണമെന്നുള്ളത് പറയണമെന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വാടക വീട്ടിൽ ഇരുന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ കുടുംബം എൻ്റെ കൂടെ ഇല്ല, അവരെ മറ്റൊരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഈ പ്രൈവസി ആയിട്ട് ചെയ്യണത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു അതായത് ഇസഡ്ജൻ ജനറേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ട്രേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണത് തന്നെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ബോഡിയുടെ ബ്ലഡിനകത്തോ സെല്ലിനകത്തോ എവിടെയെങ്കിലും ചിപ്പ് ഓഫ് ലെവൽ. എന്താണ് ചിപ്പ് എന്നുള്ളത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിപ്പിലാണ് വേണ്ടത്. ഓരോ മൈക്രോൺ ക്യാമറകൾ അങ്ങനെ പറയാം. അതായത് ഒരു നാനോ സെല്ലിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് 50 ലക്ഷമായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പോലും 50 ലക്ഷം ഒരു നാനോ ചിപ്പ്, ഒരു നാനോ മൈക്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ എത്രയോ മടങ്ങ് വലിപ്പം കുറവാണ്. അതിനെ 1 ലക്ഷമായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കൂ. അങ്ങനെയുള്ള മൈക്രോ ചിപ്പുകൾ നമ്മുടെ ബോഡിയിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് വിടുന്ന കാലമൊക്കെ ചിലപ്പോൾ വന്നേക്കും എന്നല്ല വരും. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവസി കിട്ടില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്ക് ആ അങ്ങനെ ജീവിക്കും. കാരണം അവർക്ക് അത് ഓക്കെയാണ്. അവർ ചിലപ്പോൾ അതിന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കണ്ടെത്തിയിരിക്കാം. പക്ഷെ വേറൊരാൾക്ക് നമ്മളെ ക്രോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലോകം. അപ്പൊ വേറൊരാൾ അതിന്റെ അടുത്തത് കണ്ടുപിടിക്കുക. അതാണ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്. കണ്ടുപിടിക്കുന്ന ഒരു ലോകത്തായിരിക്കും ജീവിക്കില്ല. പക്ഷെ ഈ ഏറ്റവും വലിയ ലക്കി ജെന്നാണ് 2010 മുതൽ 2010 മുതൽ 2035 വരെ ജീവിക്കുന്ന ജെൻ. ഇത് ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് പറയുന്നത്, പുതിയ തലമുറയിലെ കുട്ടികൾ, അതായത് ഇപ്പോൾ ഒരു 20-25 വയസ്സിന് താഴെയും ഇനി ജനിച്ച് ഒരു 10 വർഷം കഴിയുമ്പോൾ 10 വയസ്സ് എത്തുന്ന കുട്ടികൾക്കൊക്കെ തന്നെ വമ്പ ലോട്ടറിയാണ്. നിങ്ങളെല്ലാം എൻ്റെ പ്രിയ പുതിയ വൈജൻ കുട്ടികളെ, നിങ്ങളെല്ലാം രാജയോഗത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ 90, 80, 70 കാലഘട്ടവും നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള പ്രേക്ഷകർ കേൾക്കുക. പക്ഷെ ഞാൻ വിശദമായിട്ട് അടുത്ത ജെന്നിന്റെ അവസ്ഥ എന്താണെന്ന്, അതായത് 10, 20, 25 വർഷം കഴിഞ്ഞ് പോകുന്ന ജെന്നിന്റെ അവസ്ഥ എന്താണെന്നും 90, 80, 70 കാലഘട്ടത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്താണെന്നും ഇപ്പോൾ പോകുന്ന ജെന്നിന്റെ ലക്കി എന്താണെന്നും ഡിഫറെന്റ് പാർട്ടായിട്ട് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് വരും. പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുക. ഞാൻ നൊബക് സോളോ സൈനിങ് ഓഫ് പറയുന്നില്ല. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതൊരു ബോളാണ്. ഈ ബോളിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്.
ഈ ബോള് പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റിച്ച് ബോളാണ്. ഇതിന്റെ വില 600 രൂപയാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇത് വൈറ്റ് ലെതർ ബോളാണ്. ഇതിന്റെ വില 650 രൂപയാണ്. ഇത് ഞാൻ പ്രേക്ഷകർക്ക് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് ബാറ്റ് 20 വർഷം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ബാറ്റിന്റെ അന്നത്തെ വില 2000 രൂപയാണ്. ഇന്ന് ഈ ബാറ്റിന്റെ വില നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തോളൂ. ഞാനിത് പ്രേക്ഷകർക്ക് പറയാൻ ഉദ്ദേശിക്കണേന്ന് പറയണെന്ന് പറഞ്ഞാൽ 70, 80, 90 കാലഘട്ടത്തിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ വലിയ കാശുകാരാണ് ഇത് കളിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള എനിക്ക് 1990 14 വയസ്സാണ്. ഞങ്ങളൊരു ബോൾ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അന്ന് 1 രൂപയാണ്, 50 പൈസ, 50 പൈസ, 1 രൂപ, 1.5 രൂപ. ഈ 1.5 രൂപ, അതായത് റബ്ബർ ബോൾ, അന്ന് റബ്ബർ ബോൾ എന്ന് പറയും. അത് കാണിച്ചു തരാൻ എൻ്റെ ഇല്ല ഇപ്പോൾ, ഇന്നത് കിട്ടാനുമില്ല. ഈ റബ്ബർ ബോള് 50 പൈസ വെച്ച് കൊടുത്ത് വാങ്ങിച്ചാൽ ഇത്തിരി കട്ടിയുള്ളത് കിട്ടും. 1 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ബൗൺസ്, ഇത്തിരി കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് നിൽക്കും. 1.5 രൂപ കൊടുത്താൽ ടെന്നീസ് ബോൾ വാങ്ങാം, അത് കുറച്ച് നന്നായിട്ട് നിൽക്കും. ഈ ബോൾ വാങ്ങാൻ കരുതി ഞങ്ങളെ കൊണ്ടാകില്ല. അന്ന് ഞങ്ങൾ കളിക്കുന്ന 5 പൈസ ഇട്ട് 10, 15, 20 പേര് വീട്ടില് ഡിസ്കിയോ അടി പിടിച്ചോ, ഡിസ്കി എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റിയോ അടി പിടിച്ചോ എന്തെങ്കിലും രീതിയിൽ ഉണ്ടായിക്കൊണ്ടുവരുമ്പോഴാണ് ഒരു ബോൾ കിട്ടുന്നത്. ഈ ബോൾ ഉപയോഗിച്ച് നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്നത് മടൽ ബാറ്റാണ്. ഇത് ക്രിക്കറ്റ് ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈം. അപ്പോൾ ഞങ്ങൾ വേറെ ഗെയിമൊന്നും അറിയില്ല അന്നത്തെ. ഞങ്ങൾ ആ ടൈമിൽ ഞങ്ങൾ ന്യൂ ജെൻ ആണല്ലോ, ഞങ്ങൾക്ക് ക്രിക്കറ്റാണ് ആവശ്യം. അന്ന് പിന്നെ പ്രധാനം പോപ്പുലർ ആയിട്ടുള്ളത് കച്ചികളി, കിളിയും തൊട്ടും കളി, മാസ് കളി. ഇതൊന്നും എനിക്ക് വലിയ വശമില്ല. കാരണം ഞാനങ്ങനെ വേറൊരു രീതിയിൽ വളർന്നു വന്നതുകൊണ്ട് വേറൊരു രീതിയിലൊന്നും കഥ പറയണ, കാരണം ഞാൻ വളർന്ന ഒരു പശ്ചാത്തലം അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സാധാരണക്കാരുടെ കളി. പിന്നെ വേറെ എന്തൊക്കെയോ കുറെ കളികളുണ്ട്. പിന്നെ കാശിൻ്റെ ഉള്ളവരുടെ മക്കളൊക്കെ വലിയ ഡാൻസ് മറ്റു കാര്യങ്ങളൊക്കെ വേറെ ലെവലിൽ പഠിക്കും. അപ്പം ഞങ്ങളുടെ ഒരു കാര്യം, ഇപ്പം എൻ്റെ കാര്യമാണ്, ഇപ്പം ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇത് വാങ്ങാൻ പറ്റില്ല. ഞങ്ങൾ 50 പൈസ ഒരു റബ്ബർ ബോൾ വാങ്ങും. ഈ റബ്ബർ ബോൾ വന്നുകൊണ്ട് വാങ്ങും വലിയ കഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ 5 പൈസ 10 പൈസ വെച്ച് കൂട്ടി വെച്ചു. പക്ഷേ ഈ റബ്ബർ ബോൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കളിക്കുമ്പോൾ ഈ റബ്ബർ ബോൾ പൊട്ടിപ്പോവും കുറെ കഴിയുമ്പോൾ. ഇങ്ങനെ പൊളർന്നു പോകും, ഇങ്ങനെ ഓപ്പണായിട്ട്. അതായത് ഇത് കണ്ട്, ഇത് ഫൈബർ ബോളാണ്, പൊളർന്നു പോലെ. ഇത് സ്റ്റിച്ച് ബോളാണ്. ഇന്നത്തെ പിള്ളേർ, ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന സെന്ററിലെ പിള്ളേർ, ഞാൻ ക്രിക്കറ്റ് അമ്പയറിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ കളിക്കുന്ന 2500, 3000 രൂപ ബോളിട്ടാണ് അവരുപയോഗിക്കുന്ന ബാറ്റ്. ഇപ്പം 5000 മുതൽ 50,000, 1 ലക്ഷം രൂപ വരെയുള്ള ബാറ്റിട്ടാണ് പിള്ളേർ ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്നത്. അത് കളിക്കുന്നവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ, സെന്റ് സേവിയസിൽ. നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്, മംഗലാപുരം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. പിന്നെ അവരുടെ കയ്യിലിരിക്കുന്ന എക്യുപ്മെന്റ്സ്, ഏറ്റവും ശരാശരി ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ എക്യുപ്മെന്റ്സിന് 15,000 രൂപ, 20,000 രൂപ. അത് ലോക്കൽ എക്യുപ്മെന്റ്സ് ഇന്നത്തെ കുട്ടികൾ കളിക്കുന്നതാണ്. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ പോലും സാധാരണ വീട്ടിലൊരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് നോക്കും, 20,000 മുതൽ 50,000, 1 ലക്ഷം രൂപ വരെ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഞാനാ പറഞ്ഞു, അങ്ങനെ ആ ബോൾ പൊട്ടിപ്പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വികാരവും സങ്കടവും ഉണ്ട്. കാരണം പിന്നെ ഒരു ബോൾ വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ ആ ലെവലിൽ നിന്ന് വളർന്നു വന്ന ഒരു ജെന്നാണ് 1980 ജെൻ. മടൽ ബാറ്റ്, മടലിൽ വാങ്ങി ഒരു ചെറിയ തടി എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാൻ വലിയ പാടാണ്. ആ തടി, കാരണം തടി പിന്നെ പൊട്ടൂല, ആ തടി ചെത്തി മിനുക്കിയാണ് ക്രിക്കറ്റ് ബാറ്റായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റമ്പെല്ലാം തന്നെ മരച്ചിനി വടയിലുള്ള മരച്ചിനി കമ്പുകളും മറ്റുമാണ്. എറിയുമ്പോൾ ഒടിയും, വീണ്ടും എടുത്ത് വയ്ക്കും. ഒരു പ്ലാവിൽ നിന്ന് ഒരിടത്തുനിന്ന് ഒരു കൊമ്പ് വെട്ടാൻ പറ്റില്ല. അന്നത്തെ പ്ലാവിൽ വോട്ടിക്കും കൃഷിക്കാർ. ഈ പ്രേക്ഷകർക്ക് ഞാനത് ഷെയർ ചെയ്യണതാണ്. ആ ലോകത്ത് വളർന്നു വന്ന ഒരു ജനറേഷൻ, ഇന്നത്തെ ലോകത്ത് വളരുന്ന ജനറേഷൻ. കാരണം അന്നത്തെ കാലത്ത് ജമ്മിമാരും രാജാക്കന്മാരും അവരെ മക്കളും ഒക്കെ എന്ത് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരന്മാരുടെ മക്കളൊക്കെ എന്ത് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ജമ്മിത്തമുള്ളവരും വലിയ ആരെയും പേരൊന്നും ഞാനൊരു ഒരു വിഭാഗത്തിന്റെ പേരുണ്ട്. അവരൊക്കെ അവരെ മക്കളൊക്കെ എന്ത് സൗകര്യമായിട്ട് ജീവിക്കുന്നു. അതേ സമയത്ത് ഇന്ത്യയിലെ 90% ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അവരുടെ മക്കളുടെ അവസ്ഥയുണ്ട്. ഇന്നതൊക്കെ മാറി. ഇന്ന് ഏത് സാധാരണക്കാരന്റെ വീട്ടിലെ രാജകീയ, അതാണ് ഞാൻ ആദ്യം തുടക്കം പ്രൗഢിയോടുള്ള ലെവലിലെത്തി. അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്. ഇത് എൻ്റെ പ്രിയ പാരൻസും എല്ലാ രക്ഷകർത്താക്കളും, പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരും കുട്ടികളും എല്ലാവരും, നിങ്ങൾ അത് മനസ്സിലാക്കണം. മക്കളെന്ന് ഞാൻ വിളിക്കില്ല, കുറച്ചുകൂടെ അത് എല്ലാവരെയും അങ്ങനെ
എന്താ പറയണത്, ഈ രാജകീയ സൗകര്യം അനുഭവിക്കുന്ന രാജകുലത്തിൽ ജീവിക്കുന്ന എല്ലാവരും എന്നേ ഞാൻ പറയുള്ളൂ. രാജകുലത്തിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ പഴയ ജാതി വ്യവസ്ഥ മതവ്യവസ്ഥയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ സൗകര്യത്തെ കുറിച്ചാണ് പറയുന്നത്. രാജകീയ സൗകര്യത്തിൽ അന്ന് എന്ത് കിട്ടിയോ അതേ സൗകര്യം ഇന്നത്തെ പ്രൗഢിയുള്ള വലിയവർക്ക് കിട്ടണം, അതേ സൗകര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പുതിയ ഈ വൈ ചാനലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ തലമുറയിലെ പുതിയ കുട്ടികളെ, നിങ്ങൾ നന്നായിട്ടൊന്ന് ഗൃഹപാഠം ചെയ്യുക. അവരുടെ പാരൻസ് കുട്ടികളെടുത്തിരിക്കുമ്പോൾ പറ്റുമെങ്കിലും ഒന്ന് ഗൃഹപാഠം ചെയ്യുക. അധ്യാപകർ സ്കൂളിൽ പഠിപ്പിക്കുക. ഇതായിരുന്നു നമ്മുടെ രാജ്യം, ഇതായിരുന്നു നമ്മുടെ ലോകം, ഇങ്ങനെയാണ്. നിങ്ങളെല്ലാവരും ഇന്ന് രാജകീയ പ്രൗഢിയിൽ ജീവിക്കുകയാണ്. ഇതിൽ സാമ്പത്തിക അന്തരംഗങ്ങളുണ്ടാവും, പക്ഷെ സർവീസ് എല്ലാവർക്കും നന്നായി കിട്ടണില്ലേ? എല്ലാം നിങ്ങളുടെ വീട്ടിനകത്ത് ഉൾക്കൊണ്ട് കിട്ടണില്ലേ? നിങ്ങളുടെ കയ്യിൽ കിട്ടണില്ലേ? അപ്പൊ ഈ സൗകര്യം ഉപയോഗിച്ച് മുന്നേറുന്ന നിങ്ങൾക്ക് അടുത്ത ജനിലോട്ട് പോകുമ്പോഴും എന്തായിരിക്കണം എന്നറിയണം. 30 വർഷമോ 50 വർഷമോ 1000 വർഷമോ പിന്നിലോട്ട് പോയാലും എന്താണെന്നറിയണം. പക്ഷെ ഇതിനിടയിൽ ഇപ്പോൾ ജനിച്ച് പോയിക്കൊണ്ടിരിക്കണം, അതായത് 2005 ശേഷം ജനിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന 90% ന്യൂജൻ കുട്ടികളും, ഞാൻ ഇന്ത്യയെ മൊത്തമോ ലോകം മൊത്തമോ പറയണില്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും 40-50% കുട്ടികൾ അതിദരിദ്രരാണ്. എക്സാമ്പിൾ കേരളം ഞാൻ വെച്ച് പറയാണ്. 98% കുട്ടികളും രാജാവിൻ്റെ മക്കളാണ്. കാരണം രാജാവിന് എന്തനുഭവിക്കാൻ പറ്റുമോ, അവൻ്റെ മക്കൾക്ക് എന്തനുഭവിക്കാൻ പറ്റുമോ അതെല്ലാം ഈ കുട്ടികളും അനുഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ കുട്ടികളെ മനസ്സിലാക്കിയതിനു ശേഷം അടുത്തത് എന്താണെന്നറിയൂ, പിന്നിലേക്ക് എന്താണെന്നറിയൂ. ഇത് അറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയ അപകടം എന്ന് പറയുന്നത്, നിങ്ങൾ ആകെ അടുത്ത ടെക്നോളജിയുടെ ഏറ്റവും വലിയ ലെവലിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒന്നുമല്ലാതായിട്ട് മാറും. കാരണം നിങ്ങൾ വരണ്ടു പോകും. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അനുഭവമില്ല. ഇപ്പോൾ 50 വയസ്സായി എനിക്ക് ഈ ടെക്നോളജി ഒരു പ്രശ്നമേ ഇല്ല. എനിക്കിപ്പോൾ ഒരു പ്രശ്നവും തോന്നാറില്ല. കാരണം ഞാൻ ഹാപ്പി ആയിട്ട് പോകും. കുറച്ചുകൂടെ ബാക്കിൽ 30 വർഷം ബാക്കിൽ എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ അനുഭവിച്ച ഒരു നാട്ടിൻ്റെ അവസ്ഥയെല്ലാം എനിക്കത് മനസ്സിലായി വളർന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇത് സ്വീകരിക്കുന്നു, അതും സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ടെക്നോളജിയിൽ രാജകീയ ജീവിതത്തിൽ ജീവിക്കണം. നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം എല്ലാം കൂടെ ഡൗൺ ആയാലും നിങ്ങൾ ബുദ്ധിമുട്ടും, എല്ലാം കൂടെ നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടും. ഞാൻ അടുത്ത ജനിലോട്ട് വൈ ജൻ കഴിഞ്ഞ് Z ജനിലോട്ട് നിങ്ങളുടെ അടുത്ത ജൻ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, ടെക്നോളജിയിൽ അടിമപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെടുത്തരുത്. അത് മുൻകൂട്ടി കണ്ട് കാഴ്ചപ്പാടോട് ജീവിക്കുക. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് അത്യാപത്താണ്. എനിക്കല്ല, നിങ്ങൾക്ക് കാലം കാത്തു വച്ചിരിക്കുന്ന അപകടമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളെ പ്രൈവസി എടുത്തു പോകാന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടിയിലും പ്രശ്നം വരും, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം വരും. കാരണം ഇവരെല്ലാവരുടെയും ബോഡി കംപ്ലീറ്റ് നാനോ ക്യാമറകളുടെ കളികളായിരിക്കും. ബർത്തിലെ ക്യാമറ കയറും, ബർത്തിലെ ടെക്നോളജി കയറും. കെയർഫുൾ, സൂക്ഷിക്കുക. അതുകൊണ്ട് ഗുണങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം, ഇഷ്ടംപോലെ ഉണ്ടാവും, ഗുണങ്ങളും ഉണ്ടാവും. പക്ഷെ എത്ര തന്നെയായാലും നമ്മുടെ ഈ പ്രകൃതിയിൽ എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും നമുക്കൊരു പ്രൈവസി എന്ന് പറയുന്ന ഒരു ഇടമുണ്ട്. അതാണ് നമ്മളെ ജീവിതം തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ പോണത്. ആ പ്രൈവസി നിങ്ങൾക്ക് എന്ന് ലഭിക്കാതെ വരുമോ അന്നത്തോടെ നിങ്ങളുടെ കഥ കഴിഞ്ഞ്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന റിമോട്ട്, നിങ്ങൾ TV-യുടെ റിമോട്ട് ഉപയോഗിച്ചിട്ട് TV നിങ്ങളെ ഇഷ്ടത്തിനല്ലേ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. അത് കൺട്രോൾ ആരുടെ കയ്യിലാണ്. നിങ്ങളുടെ കൺട്രോൾ എൻ്റെ കയ്യിലായിപ്പോ. എൻ്റെ കയ്യിൽ നിങ്ങളുടെ കൺട്രോൾ വരരുത്. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളോട്ട് ഇടപഴകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കൺട്രോൾ എൻ്റെ കയ്യിൽ വരരുത്. ആ അപകടം കാത്തിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ച പ്രിയ പ്രേക്ഷകരെ, കാത്തിരിക്കൂ. ഞാൻ ലോബക്സോളോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരും. സൈനിങ് ഓഫ്, ലോബക്സോളോ.